അറിയാലോ. നമ്മളപ്പോ മിസ് കോളേജിൽ പോവാണ്. സമ്മാനം പ്രൈസ് മേടിക്കാൻ പോണു. ഞങ്ങൾ പ്രൈസ് മേടിക്കാൻ പോണു. ഇപ്പൊ എത്തും അപ്പുറത്ത് ആണോ? ഇല്ലേ? ഇല്ല. അപ്പൊ ഞങ്ങൾ തിരിച്ചു കാണിച്ചത്. ഇതാണ് സംഭവം ഗൈസ്. കോളേജ് സെന്റ് തോമസ് അവിടെ എവിടെ ഉണ്ട്. ഓക്കെ നോക്കിട്ടൊന്നില്ലാത്ത ഇതാണ് ഗൈസ് TV. ഞങ്ങൾ പറഞ്ഞ TV ആണ് ഗൈസ്. ഇത് ഭയങ്കര സൗണ്ടാണ് ഗൈസ്. ഞങ്ങൾ പറഞ്ഞൊന്നും കേൾക്കൂല ഗൈസ്. ചിലപ്പോ അവിടെയാണ് നിങ്ങൾ ക്യാമ്പസുകളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ഏത് കോഴ്സ് പഠിച്ചാലും PhD-ക്കൊക്കെ നല്ല പൈസ കുറഞ്ഞ് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ജോലികളോ പ്രോഗ്രാമുകളിൽ നമ്മളിപ്പോൾ എത്തിയ ഗൈസ്. ഇപ്പോൾ ഇവിടെ TV-യിൽ കുറേ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. നമ്മളിവിടെ എത്തിയിട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ദേവനില്ല ഗൈസ്. ദേവനിക്ക് കുറെ വേറെ പരിപാടികളുണ്ട് ചേരാൻ കോളേജിൽ. അത് എറണാകുളത്തൊക്കെ പോയി ചേരുന്ന ഗൈസ്. നമ്മൾ പാവപ്പെട്ടത്. നമ്മളപ്പോ അവാർഡ് വാങ്ങിയാൽ വന്നിരിക്കുന്നത്. മഴ ഗൈസ്. മഴയാണ് ഗൈസ്. 1 മണിക്ക് തീരുന്നു പറഞ്ഞിട്ട് അവർ 1 മണി പ്രസംഗമായിരുന്നു 1 മണി വരെ. 10 മണി തൊട്ട് 1 മണി വരെ. അത് കഴിഞ്ഞിട്ട് ക്യൂട്ടാളുടെ കിട്ടി. സൂപ്പറായി. ഞങ്ങൾ ഈ കോണ്ടാക്ട് ഒക്കെ എന്നോട് ആള് പൊളിക്കണട്ടോ മറ്റാള് പൊളിക്കണട്ടോ. കൺഗ്രാജുലേഷൻസ് പറഞ്ഞു. എന്താ പറയാ, എനിക്കൊന്നും കേട്ടില്ല. അതെ, സമയമില്ലാത്തോണ്ട് പിന്നെ സത്യമായിട്ട് ആളെന്താ പറയാൻ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ നമ്മളിനിയിപ്പോ പാറമേക്കാവിന്റെ അവിടേക്ക് ഇപ്പം നടന്നെത്തും. അത് കഴിഞ്ഞ് ശക്തിനി പോയിട്ട് ശക്തിയിൽ നിന്ന് ബസ് കയറി പോവും. അതെ ഗൈസ്. ഓക്കെ, പിന്നെ കാണാം. ബൈ. നമ്മൾ ദേവനയുടെ വീട്ടിലാണ് ഗൈസ്. ദേവനയുടെ തൊട്ടപ്പുറത്ത് ഒരു കട ഉണ്ട്. അപ്പൊ നമ്മ അവിടെ നിന്ന് മാഗി സാധനം വാങ്ങിക്കാൻ പോകുന്നു. ഇവിടെ ദേവർഷുണ്ട്. ഓ വാങ്ങാൻ പൈസ ഇപ്പുറത്തെ തൊട്ടടുത്ത് തന്നെയാണ് കായ്. കടയിലേക്ക് കിട്ടിയില്ല ഗായ്സ്. അപ്പൊ ഞങ്ങള് തൊട്ടപ്പുറത്ത് കുറച്ച് നടന്നിട്ട് 2 മിനിറ്റ്. അതെ 2 മിനിറ്റ് നടന്നിട്ട് ഒരു കടയുണ്ട്, കാണിച്ചു തരാം. ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കടയിൽ ഉണ്ടോ നോക്കണം. ഇതിലും കൂടി ഇല്ലെങ്കിൽ ഞങ്ങൾ സൈക്കിൾ എടുത്ത് വേറെ കടയിൽ പോകണം. അപ്പോൾ നോക്കട്ടെ ഗൈസ്. വരാണ് ഗൈസ് കുടുംബക്കാര്. കുറെ നാളായി കണ്ടിട്ട് ജീലുവിനെ കണ്ട നോക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മാഗിയും ലേസും കിട്ടി ഗൈസ്. ഞങ്ങള് എൻ്റെ സ്പെഷ്യൽ റെസിപ്പി ഗൈസ്. നമ്മൾ സവാള ഒക്കെ ഇട്ടിട്ട് വേണം ഗൈസ് ഉണ്ടാക്കാൻ, വെജിറ്റബിൾസ് ഉണ്ടാക്കാൻ ഗൈസ്. വീട് സവാള ഇല്ലേടാ? സവാള ഉണ്ടോ? ഉള്ളി ഉണ്ടോ? ക്യാരറ്റ് ഉണ്ടോ? ഒന്നും അറിയില്ല എനിക്ക്. നാരങ്ങ ഉണ്ടെന്നൊക്കെ. പൂ പൊട്ടിച്ചില്ല. ദേവർച്ചല്ലേ പൂ പൊട്ടിച്ചേരല്ലേ? പൂ പൊട്ടിച്ചേരില്ലേ? അപ്പോൾ ലെറ്റ്സ് ഗോ വണ്ടി. ഞങ്ങളിവിടെ ദേവർഷനൊപ്പം വീടുണ്ടാക്കാണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ വീടുണ്ടാക്കി കാണിച്ചു തരാം. എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ കുറേ നേരം കഷ്ടപ്പെടുന്നത് വെച്ചിട്ട്. എന്ത് ബിയും ബിയാ? ഓക്കെ കയറിയ സാർ കയറി കയറി. കയറി കയറി. എവിടെ തലയൊന്നുമില്ലല്ലോ ഗൈസ്. അമൃത കയറിയിരിക്കണം ഗൈസിനുള്ളിൽ. അയ്യോ ദേവർഷിന്റെ സ്പേസ് അവൾ എടുത്തു. കുറച്ച് സ്കില്ലൊക്കെ വേണം അതിന്. പുറത്താക്കി ഞങ്ങൾ കയറിയിരുന്നു. എന്റെ കാല് കണ്ടോ? കാല്. ഓക്കെ ബൈ. ക്ലോസ് ദ ഡോർ.
ഇല്ല അവൻ കെട്ടി വെച്ച് തുറന്ന്. പക്ഷേ ഇതിനുള്ള നല്ല രസമുണ്ട് ഗൈസ്, നല്ല സുഖമുണ്ട്, ഇഷ്ടപ്പെട്ടു. റൂം ടൂർ അല്ല, വീട് ടൂർ കൊടുക്ക്. അതെ, ഇതിൻ്റെ ഉള്ളിൽ അതുണ്ട് ഇതുണ്ട്, ഒരു ലൈറ്റിൻ്റെ ഒരു കുറവുണ്ട്. Space ഉണ്ട്. ആ അടുത്ത ആളുകൊണ്ട് കയറുണ്ടല്ലോ. കേറിക്കോ സ്ഥലമുണ്ട് സ്ഥലമുണ്ട്. കേറിക്കോ പൊട്ടിയാ പറയുന്നുള്ളൂ. കേറ്. ആയി. അങ്ങനെ വാവ്, സോ നൈസ്. ഈ കാര്യം കൂടെ നീട്ടി വെച്ചോ. അങ്ങനെ ആ നല്ല രസമുണ്ടല്ലേ. ഒന്നല്ല ഞാൻ പറ്റിയില്ല ഗൈസ്, എല്ലാം നോക്കിയാണ് ഗൈസ്. പോയി. കൊച്ചിന് പേടിയായി ഗൈസ്, ഞങ്ങളെ കൂടെ ഇരിക്കാൻ വെച്ച്. ഇരുട്ടാണ് ഗൈസ്, പ്രേതം വരും. ഓക്കെ ബൈ. ദേവനെ ഇതുവരെ വന്നിട്ടില്ല, ഞങ്ങൾ ചതിച്ചോ. നമ്മൾ വീട്ടിൽ വിളിച്ചിട്ട് അവൾ തരും. അതെ. സ്വഭാവമാണ് ദേവനെ. അതെ, ബാഡ്. കണ്ടാ എന്തില്ലേ ചേച്ചി ഇങ്ങനെ. ചേച്ചിനെ പറ്റി രണ്ട് കുറ്റം പറഞ്ഞത് വർഷം. ചേച്ചിനെ പറ്റി രണ്ട് കുറ്റം പറയും. ചേച്ചി എങ്ങനെയുള്ള ചേച്ചിയാണ്? നല്ല ചേച്ചിയാണോ പൊട്ട ചേച്ചിയാണോ? നല്ല ചേച്ചി പൊട്ട ചേച്ചില്ലേ, ഇത്ര നേരമായിട്ട് വന്നില്ലല്ല അല്ലേ? സങ്കടത്തിലാണ്. ഗൈസ് ദേവശന് ഭയങ്കര വിഷമാണ്. ആ ചേച്ചി പോണ കാരണം ദേവർഷം ഒറ്റയ്ക്കാണ് കാരണം ദേവർഷന് വിഷമാണ് ഗൈസ്. ആ കൊച്ചിനെ തല്ലൂടാൻ ആരുമില്ല ഗൈസ്, ചേച്ചി മാത്രമേ ഉള്ളൂ. ബൈ. ബോക്സ് നമ്മളിവിടെ ദേവർഷന്റെ കിച്ചൺ സെറ്റൊക്കെ. റൈഡർ ഗ്ലൗസ് ഗൈസ്, പുതിയ ഇൻവെൻഷൻ. പിന്നെ മൺകുടമുണ്ട് ഗൈസ്. ഗൈസ് വെജിറ്റബിൾസ് ഒക്കെ മുറിക്കാൻ പറ്റും. അതെ, കത്തിണ്ട് ഗൈസ്. അതെ, കത്തിയോടെ മുറിച്ചതാണ് ഗൈസ്, എനിക്ക് തിരിച്ച് മുറിക്കാൻ പറ്റില്ല. ഞാൻ മുറിച്ചാണ് ഗൈസ്. ഇങ്ങനെയൊക്കെയാ പിടിച്ചത്, അത് പിടിച്ചേക്കി. ഹായ്, നല്ല രസമുണ്ട് ഗൈസ്. കുക്കർ കത്തിയൊക്കെ പൊട്ടിപ്പോയി. കളിക്കോ? ഓ ഇതെന്താണിത്, മൺകോരി കളിക്കാനുള്ളതാ? ആ മറച്ചിടണ സാധന. ഓ എന്താണെന്നറിയില്ല. കസാരണ്ട് കഴിച്ച് ഞാൻ ഇരിക്കട്ടെ. ഇതാണ് എന്റെ കാറിന്റെ മിനി വേർഷനാണ് ഗൈസ്. അതെ. ഞാൻ റൈഡറാണ് ഗൈസ്. എന്റെ ഓടിക്കോ കാർ ഓടിച്ചോ. ദേവർഷ വേറെ എന്തൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. വാവ് ഗൈസ്, സീൻ. വാവ്, ഇതാണ് എന്റെ മെയിൻ. അതെ സാധനം ഓടിച്ചോ. കുത്തിയേക്കണല്ലേ. അല്ലേ, അല്ലെങ്കിൽ ദേവ് കുളിക്കില്ല അല്ലേ? ചേച്ചി അല്ലെങ്കിൽ കുളിക്കില്ല. അതെ. പിന്നെ ചേച്ചി പറയും കണ്ട ഈ പടക്കം മേടിക്കാത്ത മോളാണ്, കണ്ട ഇതുപോലെ ഇന്നലെ ഞാനൊരു പടക്കം മുട്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതാ അല്ല വിഷുടെ അല്ല, വെറുതെ ഇങ്ങനെ തീപ്പെട്ടി പോലെ ഒരിക്കൽ ഓലപ്പടക്കം. ഞാൻ പൊട്ടും, തീ വരുമ്പോഴില്ല, അപ്പൊ പുക വരുമ്പോ പൊട്ടും. അത് തീർന്നു, അതും ചേട്ടൻ കട തീർന്നു. കവള് കാണിച്ചെടുക്കാൻ കണ്ണെഴുതി കാണിച്ചെടുക്കാൻ. കണ്ണടച്ച് ഇപ്പുറത്തെ കണ്ണ് കാണിച്ചേ. വാവ്. ഇപ്പുറത്ത് ഇങ്ങോട്ട് സൂം ചെയ്യ്. നല്ല ഭംഗിയുണ്ട്. വന്നില്ലോ അതിൽ നിന്ന് അടിയില്ല. അവിടെ ഹോസ്റ്റലൊക്കെ ശരിയായ രണ്ടാൾക്കും. ഇവിടെ പോണില്ല, ഞാൻ മാത്രമേ പോണുള്ളൂ ഹോസ്റ്റലില്. അതെ. ഞാൻ അവര് വിളിക്കാന്നാ പറഞ്ഞത്.
ഇപ്പം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അല്ല പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഹോസ്റ്റലിലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ വിളിക്കാന്ന് പറഞ്ഞു. ഇനി അവർ 7-ാം തീയതി 6-ാം തീയതി വിളിക്കും. അതല്ലേ നല്ല അപ്പൊ അവളൊക്കെ ഇത്തിരി കൂടുതലാണ്. അതെ അപ്പൊ ഗൈസ് ശീലാമൃതി കഷ്ടപ്പെട്ട് പണിയെടുക്കാണ് ഗൈസ്. എനിക്കറിയാ. ആ പച്ചമുളക് ഞാൻ അരിഞ്ഞുതരാം. എല്ലാം കഴിഞ്ഞു ഗൈസ്, ഉണ്ടാക്കി തുടങ്ങി. വെളിച്ചെണ്ണ ഒഴിക്കണം ഗൈസ്. എന്നിട്ട് നമ്മൾ ഉള്ളി ഇടും. ഉള്ളി എത്ര? ഞാൻ സാധാരണ ഒരു മാഗിക്ക് ഒരു ഉള്ളി അങ്ങനെ ഇടാതെ. ഇപ്പോൾ നമ്മൾ 2 ഉള്ളി ആകെ എടുത്തിട്ടുള്ളൂ. 4 റോൾ ഉണ്ടെങ്കിലും പക്ഷെ കുഴപ്പമില്ല. ഞാൻ അടുത്തത് ഇത് ഈ ഉള്ളി കുറച്ച് യൂട്യൂബിനോട് ആവശ്യം. മുട്ട ഇട്ടാൽ കുഴപ്പമില്ല. മുട്ട ഇട്ടാൽ കുഴപ്പമില്ല. അതിന് മുട്ട ഉണ്ടോ? കടയിലടി മുട്ടയില്ലടി. എന്തായാലും കുഴപ്പമില്ല, അവൾക്ക് ഇഷ്ടമല്ല അമ്മ. അപ്പൊ ഇതിലെന്തൊട്ടപ്പെട്ട ഇത് നൂഡിൽസ് ആണ് ഗൈസ്. നൂഡിൽസ് അതിൽ ഉപ്പിട്ടു. ഞാൻ അടുത്തത് പച്ചമുളക് ഇടാണ്. അമൃത ഷെഫ്. ദൈവമേ. ഇനി നെക്സ്റ്റ് സാധനമാണ് ക്യാരറ്റ്. അതിടണം. മിണ്ടാണ്ടുന്ന സന്തോഷം. ഇതൊക്കെ ഞാൻ മ്യൂട്ടാക്കി കളയേണ്ട ദൈവമേ. തടിയുള്ള കേട്ടല്ല അത്രയും ഉള്ളടി. ഇത് മാത്രമല്ലല്ലോ, കുഴപ്പമില്ല. ഇത് വാട്ടുക. കുറച്ചുകൂടെ നമ്മളിങ്ങനെ ഇങ്ങനെ ഓർമ്മകളല്ലേ. മുളക് പൊടി, മഞ്ഞപ്പൊടി എന്തൊക്കെ ഉണ്ട് അതൊക്കെ. മഞ്ഞപ്പൊടി ഇല്ലേ? അമ്മ ഗരം മസാല അതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അമ്മ അത് ഗരം മസാല അല്ലേ? അത് കണ്ടോ എനിക്കറിയാം. നമ്മൾ മുളക് പൊടി ഇട്ടു. ഞാൻ ഗരം മസാല ഇടാം. മണഷ്ടായി കേട്ടോ. ഗരം മസാല അല്ലേ? കുറച്ച് മതി. ഓക്കെ ഗൈസ്, നമ്മൾ വീണ്ടും വൃത്തിയില്ലാത്ത അടുക്കളയാണ് കഴിച്ചത്. അതാരും നോക്കണ്ട. രാത്രി കാലങ്ങളിൽ ഇത് ഇങ്ങനെയൊക്കെ തന്നെയാ. ശരിക്കും ഇങ്ങനെ ഓർഡർ ചെയ്യുന്ന ഞാൻ ആലോചിക്കണം. മുകളിലത്തെ റൂമിലാകുമ്പോൾ ഒരാൾ ശ്രദ്ധിക്കേണ്ട, കാരണം മുകളിൽ ഉറങ്ങിപ്പോകും. പക്ഷേ ഇവരടിയത്തെ റൂമിൽ ഒന്ന് കിടക്കുക. നമ്മളോട് മുകളിൽ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ ഇന്നലെ പറഞ്ഞു വെന്നെ മുകളിൽ കിടന്നോളാം. എന്തെങ്കിലും എടുത്തിട്ട് ഇത് കോരിയിട്ടൊരു ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അടുത്ത എന്നാണ് എന്തെങ്കിലും പാത്രത്തിലാക്കിയാൽ മതി, വല്ല പ്ലേറ്റിലാക്കിയാൽ മതി. സ്റ്റീൽ എടുത്താൽ മതി. വേഗമായ ബ്രോ ഏതെങ്കിലും മസാലകൾ മുട്ടിക്ക് 4 ഉണ്ട് വേറെ ഇട്ടോ. കുറച്ചാണ് വെള്ളം ഒഴിക്കണം. വലിയൊരു പാത്രം എടുക്കും, അതിൽ ബൗള് എടുക്കട്ടെ. എവിടെ ഞാൻ കാണിച്ചു നോക്കാം.
വെള്ളം വരുന്ന ബാഗ് എടുത്താൽ മതി. ബൗള് പേടിയോട്ടോ. എടി ഇങ്ങനെ പിടിച്ചിട്ട് അപ്പുറത്ത് പറ്റില്ല. ഞാൻ പിടിച്ചിരുന്നു. വേണ്ട, കൈ പൊള്ളു. അല്ല ഇത് വെച്ചിട്ട് പിടിച്ചിരുന്നു. അന്നേരം പുള്ളി. അങ്ങനെയാണ് എന്റെ പുള്ളി. അവിടെ ആയിട്ടില്ല അടിയില്. ആ വേണ്ടല്ലോ, അത് പിടിച്ചാടി. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് ഇങ്ങനെ വടിച്ചുകൊണ്ട് തോണ്ട് ഇത് തോണ്ട്. മതി. ചില്ലാണ് കേട്ടോ അതിപ്പോ. ചില്ല, അത് സെറാമിക്കാണ്. അതടച്ചത് ചൂട് പോയി. പോകുന്നില്ല കറങ്ങുന്നില്ല. പുക വരുന്നില്ലല്ലോ. മോളേക്ക് പോകുന്നു പുക. ഓഹോ കേടായി വേറെ എടുക്കാം. ശീലോ ഞാനിങ്ങനെ നമ്പറൊക്കെ തപ്പി പിടിച്ച് വിളിച്ചതാ. അത് ഞാൻ അവിടെ കുറച്ച് പേരോട് ചോദിച്ചു, തന്നു, അത്രേ ഉള്ളൂ. ആ ഞാനിങ്ങനെ ചേട്ടനെ കണ്ട് കഷ്ടപ്പെട്ടിട്ട് കുറച്ച് കഷ്ടപ്പെട്ടുണ്ട്. കുറച്ച് പക്ഷെ ചേട്ടൻ റൂഡായിട്ടല്ലേ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വിളിച്ചിട്ട് സംസാരിക്കും. റൂഡായിട്ട് പെൺകുട്ടികളോട് സംസാരിച്ച് ശീലമില്ല എന്നൊക്കെ ഒരു ഇത് തോന്നുന്നു. ആരും പറഞ്ഞൊന്നുമല്ല, നമുക്ക് ഒരാളുടെ സൗണ്ട് ചെയ്ത് മനസ്സിലാവല്ലോ. എന്തോ സംസാരിക്കുമ്പോൾ ഇതിന് ടെൻഷനൊക്കെ ഉള്ളവര്. ആ എനിക്കങ്ങനെ ഫീൽ ചെയ്തു, ചേട്ടനെ ടെൻഷനുണ്ട്. എന്തൊക്കെ സീരിയസ് ആവണേ, അതാദ്യം പറയും. അങ്ങനെ ജിൽജിലായിട്ടൊക്കെ സംസാരിക്കും, ഇങ്ങനെ റൂഡൊക്കെ ആവുന്ന ആകെ ഒരു ലൈഫുള്ളൂ. ഗേൾ ഫ്രണ്ട്സ് ഒന്നുമില്ലേ, ഗേൾസ് ഫ്രണ്ട്സ് ഒന്നുമില്ലേ? എന്തത് വെറുതെ അല്ലേ എനിക്കും തോന്നി, വെറുതെ അല്ലേ എനിക്കും തോന്നി ചേട്ടൻ അങ്ങനെയാണ് റൂഡായോണ്ട്. എന്തേ അപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ആയിക്കൂടെ? അഞ്ചാറോ? എന്നാ പിന്നെ നമുക്ക് മീറ്റ് ചെയ്യാലേന്ന് കാണാന്ന്. അതൊക്കെ ഞാൻ വഴിയാ പറയാം. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങൾ ദേവനയുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇനിച്ചോളം ഗൈസ്. ഇനിച്ച് കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നില്ല ഗൈസ്, വെരി ബാഡ്. ശ്രീലക്ഷ്മി അലാറം വെച്ചെന്ന് ശ്രീലക്ഷ്മി പറയുന്നു, പക്ഷെ അടിക്കുന്നത് ഞങ്ങൾ ഒരു കേട്ടില്ല. എന്തുണ്ടായെന്ന് അറിയില്ല ഗൈസ്, അല്ലേ? പറയൂ കണ്ണൊന്നും പോകുന്നില്ല. ഓക്കെ ഗൈസ്, പല്ലേക്ക് പോകാം ഗൈസ്. ബൈ. പല്ലേക്കാൻ പോവാണ് ഗൈസ്. ഞങ്ങള് ബീച്ചിൽ പോവാണ്. നീ എടുക്ക്. പറഞ്ഞോ. അയ്യോ
ഇറ്റ്സ് ഓക്കെ ബ്രോ. ബിച്ചില്ലേ ഇന്നലെ പോയപ്പോ ഞങ്ങള് 3 പട്ടിയും പിന്നലെ വന്ന് ചീലിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് ആ എന്തല്ല ദേവരുടെ ഉണ്ട് ഇവരുടെ ബഡീസറല്ല ബഡിയാണ് ബഡി എന്റെ ആങ്ങളെ പാവ അങ്ങനെയൊന്നുമല്ല. അപ്പൊ ഞങ്ങള് ബീച്ചിൽ പോവാണ് ഗൈസ്. യെസ് ഗൈസ്. ഞങ്ങൾ ചെറിയ മഴയൊക്കെ ഉണ്ട്, പക്ഷെ അന്നേരം നമ്മൾ നടന്നു പോവാണ് ഗൈസ്. നല്ല സൗണ്ട് കേട്ടില്ല, സെക്സി ആയിട്ടുള്ള മോർണിംഗ് വോയിസ് ആണ് ഗൈസ്. ബാസ് 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 വരുന്ന വെള്ളം കിട്ടിയില്ലോ. അത് നമ്മ വന്ന് ഞാൻ വേറൊരു ഷോർട്ട് കട്ട് ഇവിടെ കൊണ്ടുപോകും. ഇവിടേക്കൊക്കെ കൊണ്ടുപോകും. എങ്ങോട്ടാടി? ഇതാണ് ഞാൻ ഞാനൊരു അതിബുദ്ധി കാണിച്ചത്. കിട്ടി. ഞാനൊരു അതിബുദ്ധി കാണിച്ചതാണ് ഗൈസ്. മര്യാദക്ക് നേർവഴിക്ക് കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഞാൻ ഇടവഴി കൊണ്ടുവന്നാണ് ഇപ്പം ഉണ്ടായത്. ഇതിപ്പോ തീരും. ഡോണ്ട് വറി. ഇത്തിരി വെള്ളല്ലേ സീലോ. നമ്മള് BVM മുട്ട് വരെയുള്ള വെള്ളം താണ്ടിട്ടല്ലേ പോയിരുന്നേ. ഇവിടെ ഏതൊക്കെയോ ഇടവഴിയാണ് ഗൈസ്. എൻ്റെ കസിൻസ് എനിക്ക് കാണിച്ചൊന്നു ഇതുവഴി പോകാനാ എളുപ്പം. ഞാൻ ഇതുവഴി ആയി. അതാണ് ഉണ്ടായേ. ഞാൻ എന്താ വീടിൻ്റെ പിന്നിൽ കൂടെ ഒക്കെ പോകണം. ഇവിടെയൊക്കെ വീടുണ്ട് ഗൈസ്. എടി വെള്ളൊക്കെ ഫ്രഷ് വെള്ളടി. ഓക്കെ ഗൈസ്. ചെരുപ്പൂരി പോയി. എങ്ങോട്ട്? അതിൻ്റെ ഉള്ളിക്കാ? ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ കയറണോ? റിസ്ക് ആണോ? വീഡിയോ എടുക്കുന്നുണ്ട്. ഈ ആൾക്കാർ ഉണ്ട് കേട്ടാ. അതെ വേണോ? നാട്ടുകാരൊക്കെ ഉണ്ട്. അമ്മ പടിയൊക്കെ ഭയങ്കര. എടി മോള് പൊടിച്ച വീട് അത്ര ഉള്ളു. നാട്ടുകാരൊക്കെ ഉണ്ട് വന്ന്. ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. എന്നിട്ടാണ് ഈ കുട്ടികള് ഈ ഫോണും കൊണ്ടൊന്നും അങ്ങോട്ട് പോലെ വേണ്ട. ഞാൻ ഇവിടേക്കൊന്നും വരാറില്ലേ. ഇവിടെ റൂം. ഓ കലാകാരനാന്ന് തോന്നുന്നുണ്ട് ഇവിടെ ജീവിച്ചിരുന്നത് ഗൈസ്. കയ്യില് ഫോണും പിടിച്ചിട്ട് ഞാൻ കൊറേ പൊക്കാൻ നോക്കി. പെട്ടെന്ന് ഇവിടെ ഒരു അടപ്പ്. ഇതൊരു ബാത്റൂമാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ വർക്ക് ഏരിയ ആണ് ഗൈസ്. അമ്മിക്കല്ലുണ്ട് ഗൈസ്. വർക്ക് ഏരിയ. വാതിലൊക്കെ നിലത്തെടുക്കുന്നുണ്ട്. ഓ ഇത് പൊളിക്കുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ കലാകാരനാണ് അവിടെ ജീവിച്ചിരുന്നത്. ശരി പൊട്ടിപ്പിടിക്കണ. ഗ്രൗണ്ട് എത്തി. അതാണ് ക്ലബ്. ബ്രദേഴ്സ് ക്ലബ്. പൊട്ട ക്ലബാ. ഒരെണ്ണം പോലും കാണാൻ വേണ്ടിയുള്ള ഇല്ല. പിന്നെ എന്ത് ക്ലബ്? എന്തിന്? ഓ അത് പ്രേത വീടാണ്. അവിടെ അത് പ്രേത വീട് തന്നെയായിരുന്നു. സീലുവിന് അതിന്റെ മോളിൽ കൂടെ നടക്കണമെന്ന് ഗൈസ്.
നടക്കടി നടക്കടി. ആ പേരുമ്പോ പിടിച്ചങ്ങ് കേർക്കും. എടീ പട്ടിക്കാടാണോ? അല്ലല്ല വയസ്സുള്ള ആളാ. മുടി കണ്ടപ്പോ പെട്ടതേ. എടിയൊക്കെ എത്തിവെച്ച സ്റ്റൈല് അത് നമ്മളെ പട്ടിക്കാടിന്. പിന്നെ അങ്ങനത്തെ ഒരു ഷർട്ട് പട്ടിക്കാടിനുണ്ട്. ഷാളക്കാടിനപ്പോ ഓ ഡേ നിങ്ങൾ ട്രെൻഡിങ്ങാലോ കറുപ്പ് കറുപ്പ്. ബീച്ചെത്തി ഗൈസ്. ആ ഓടി. കേറടി. പോവാ ഗൈസ്. കാരണം ബീച്ച് നല്ല രസമുണ്ടല്ലേ. ആളാണ് നോക്കി ബീച്ച് നടക്കുന്നുണ്ട്. കേറിയടി. ആ പോയി മുന്നീ ചാട്. ഐസ്ക്രീം കഴിക്കാണ്. മഴയത്ത് വേണം കഴിച്ച് ഐസ്ക്രീം കഴിക്കാൻ തലപ്പത്ത്. സൂപ്പറാ. പൈസ ഇപ്പൊ കൊടുത്തിട്ടില്ല. അച്ഛൻ ജീപ്പ് ചെയ്ത് കൊടുക്കുമായിരിക്കും. അച്ഛൻ പറ്റിക്കുന്നു. അച്ഛൻ അറിയുന്ന ആളാ. മറ്റേ കടയിൽ പോയിരുന്നെങ്കിൽ കുറച്ചധികം കഴിക്കായിരുന്നു. വെച്ചിട്ട് കട്ടാക്കിയാണ് ഗൈസ്. ചോക്ലേറ്റാ പൈസ കൊടുത്തു ഗൈസ്. ഞങ്ങൾ ആരെയും പറ്റിക്കില്ല ഗൈസ്. രണ്ട് കാറത്തിന് പേര് പറഞ്ഞാൽ മതി. അപ്പഴത്തിന്റെ മോളാ 2 ഐസ്ക്രീം. അത് അച്ഛൻ തന്നോളൂ അല്ലെങ്കിൽ മാമൻ തന്നോളൂ. അച്ഛൻ നല്ലല്ല നമുക്ക് പറയാൻ അച്ഛൻ പറഞ്ഞു. പറഞ്ഞാൽ പിന്നെ ബന്ധം നിശ്ചയം.